റിമിയെ സൽക്കരിക്കുന്ന തിരക്കിലാണ് ശ്രീനിലയത്തിലെ ഒട്ടുമിക്ക പേരും. അവളാവട്ടെ അത് പരമാവധി മുതലെടുക്കുന്നുമുണ്ട്. അവരെയെല്ലാം പൊക്കിയടിച്ച് പറഞ്ഞിട്ട് അവൾക്കും അവളെ സൽക്കരിച്ചിട്ട് അവർക്കും മതിയാവാത്ത പോലെ. കണ്ണന് രണ്ടു കൂട്ടരുടെയും കാണിച്ചുകൂട്ടൽ കണ്ടിട്ട് ചിരി വരുന്നുണ്ട്. ഞാനും ഇവൾക്കൊപ്പം വന്നതല്ലേടാ? തനിക്ക് മുന്നിൽ ചായ ഗ്ലാസ് എടുത്ത് ചുണ്ടോട് ചേർത്തുകൊണ്ട് മിഥുൻ ചോദിച്ചു. അതെ, പക്ഷേ മോന് അവളെപ്പോലെ മനുഷ്യരെ പൊക്കിയടിച്ച് കാര്യം നേടാൻ അറിയില്ലല്ലോ. കണ്ണൻ റിമിയെ തന്നെ നോക്കിയാണ് പറഞ്ഞത്. മോളെ കണ്ടാൽ പറയൂലാട്ടോ ഇത്രയും എളിമ നിറഞ്ഞൊരു കുട്ടിയാണെന്ന്. രാജി റിമിയുടെ മുടിയിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു. ആര്യ റിമിയെ അത്ര പിടിക്കാത്തതുപോലെ മുഖം വീർപ്പിച്ച് പിടിച്ചാണ് നിൽക്കുന്നത്. ബാക്കിയുള്ള പെൺകുട്ടികളുടെ കണ്ണുകൾ റിമിയുടെ മിനുക്കിയെടുത്ത മുടിയിലും അവളുടെ രൂപഭംഗിയിലും തട്ടിത്തടഞ്ഞു നിൽക്കുന്നുണ്ട്. അതെ അതെ, ബാംഗ്ലൂർ നഗരത്തിൽ ജനിച്ചു വളർന്നൊരു പെൺകുട്ടി ഇത്രയും ലളിതമായി പെരുമാറുമോ? കണ്ണനെ ഒന്ന് ഒളിഞ്ഞു നോക്കിയാണ് സാവിത്രി രാജിക്ക് സപ്പോർട്ട് പ്രഖ്യാപിച്ചത്. റിമി അതെല്ലാം ആസ്വദിച്ചു കൊണ്ടാണ് ഇരിക്കുന്നതെന്ന് അവളുടെ മുഖം കണ്ടാലേ അറിയാം. ബേസിക്കലി അവിടെ ജനിച്ചു വളർന്നുവെങ്കിലും എനിക്കിഷ്ടം ഇതുപോലുള്ള ഏരിയയാണ്. നിങ്ങളെപ്പോലെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന മനുഷ്യരെ കൂടുതലും കാണാൻ കഴിയുന്നത് ഇവിടെയൊക്കെയാണല്ലോ. കണ്ണനെ ഒന്ന് നോക്കി കണ്ണിറുക്കി റിമി വീണ്ടും എളിമയുടെ കുപ്പായമെടുത്തിട്ടു. കണ്ണനും മിഥുനും പരസ്പരം ഒന്ന് നോക്കിയിട്ട് തല കുലുക്കി. ഒരാഴ്ച പോലും തികച്ചിവിടെ നിൽക്കാൻ അവൾ ഒരുപാട് കഷ്ടപ്പെടുമെന്ന് അവർക്ക് രണ്ടുപേർക്കും നല്ലതുപോലെ അറിയാം. ഓ, എന്തൊരു രുചിയാണ്! നിങ്ങളുടെയൊക്കെ കൈപ്പുണ്യം അപാരമാണല്ലോ. വീണ്ടും റിമി അവരെ നോക്കി. അടുക്കളയിൽ ആ ഭക്ഷണം ഒരുക്കാൻ കഷ്ടപ്പെട്ടവർക്ക് അർഹിക്കുന്ന ആ അംഗീകാരവും യാതൊരു ഉളുപ്പുമില്ലാതെ ആ കൂടി നിൽക്കുന്നവർ ഏറ്റുവാങ്ങി പങ്കിട്ടെടുത്തു. മോളെന്തായാലും കുറച്ച് ദിവസം ഇവിടെ കാണുമല്ലോ. നന്നായി ഭക്ഷണമൊക്കെ കഴിച്ച് ഈ തടിയൊക്കെ ഒന്ന് ഉഷാറാക്കി എടുക്കണം നമ്മൾക്ക്. കൃത്യമായി വർക്കൗട്ട് ചെയ്ത് റിമി കഷ്ടപ്പെട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന അവളുടെ സ്ലിം ബ്യൂട്ടി എന്ന പദവിയെയാണ് ഭാമ യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാതെ അവഹേളിച്ചത്. എന്നിട്ടും റിമി ഒന്നും മിണ്ടാതെ ഇരിക്കുന്നു. അതെ, പെൺകുട്ടികൾക്ക് അത്യാവശ്യം തടിയും വണ്ണവും ഒക്കെ വേണം. കൊഴുത്തുരുണ്ട ശരീരം സാരിക്കുള്ളിൽ തിങ്ങി ഞെരുങ്ങി കഴിയുന്നതിൻ്റെ വാശി തീർക്കാനാണോ സാവിത്രി ആ പറഞ്ഞതെന്ന് കണ്ണന് നല്ല സംശയമുണ്ടായിരുന്നു. റിമി അതും ചിരിയോടെ സ്വീകരിച്ചു. ഇവള് രണ്ടും കൽപ്പിച്ചുള്ള വരവാണെന്നാ മിത്തു എനിക്ക് തോന്നുന്നത്. റിമിയുടെ മുഖത്തെ ചിരി നൽകുന്ന അസ്വസ്ഥത കണ്ണൻ്റെ വാക്കുകളിലുമുണ്ടായിരുന്നു. നിനക്കത്രയേ തോന്നിയുള്ളൂ? 2, 3, 4 എല്ലാം കൽപ്പിച്ചാണെന്നാ എനിക്ക് തോന്നുന്നത്. അമ്മാതിരി പ്രകടനമല്ലേ അവൾ കാഴ്ചവെക്കുന്നത്? മിത്തു കണ്ണനെ നോക്കി. പണിയാകുമോടാ? കണ്ണൻ റിമിയെ തന്നെ നോക്കിയിട്ട് സ്വകാര്യം പോലെ മിത്തുവിനോട് ചോദിച്ചു. എന്ന് ചോദിച്ചാൽ അവൾ എപ്പോഴും നിനക്ക് പണിയല്ലേ തന്നിട്ടുള്ളത്. ഇപ്രാവശ്യം അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട. മിഥുൻ്റെ മുഖവും ചിരിച്ചു കുഴയുന്ന റിമിയുടെ നേരെയാണ്. എന്താടി ഇങ്ങനെ മിഴിച്ചു നോക്കുന്നേ? തനിക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്ന സീതയുടെ തലയിൽ ഒരു കൊട്ടു കൊടുത്തു ഹരി. പാർവതിയും അവളുടെ വാക്കുകൾക്കാണ് കാതോർത്തത്. ഹരി ഒരുപാട് പ്രാവശ്യം ഒരു ഫോൺ വാങ്ങിച്ചു തരട്ടെ എന്ന് സീതയോട് ചോദിക്കുന്നത് പാർവതിയും കേട്ടിട്ടുണ്ട്. അന്നെല്ലാം ഓരോരോ മുട്ടുന്യായങ്ങൾ പറഞ്ഞിട്ട് അവനെ തടഞ്ഞിരുന്നവൾ ഇന്നലെ പുതിയൊരു ഫോൺ ഈ വക ന്യായങ്ങളെയെല്ലാം മറികടന്ന് സ്വീകരിച്ചു എന്നറിയുമ്പോൾ ഹരിയുടെ മാനസികാവസ്ഥയാണ് പാർവതി ആലോചിച്ചത്. തീർച്ചയായും അവനത് സങ്കടമായേക്കാം. ഇത്രയും ആത്മാർത്ഥമായി ഓരോന്നും ഒപ്പം നിന്ന് ചെയ്തു തന്നിട്ടൊടുവിൽ പാർവതി ടെൻഷനോടെ സീതയെ നോക്കി. അവളുടെ മനോവിചാരങ്ങളും ഏകദേശം ഈ ചിന്തകളിൽ തന്നെ കുടുങ്ങിക്കിടപ്പുണ്ടാകും. എന്താ നിങ്ങൾക്ക് രണ്ടാൾക്കും പറ്റിയത്? ഞാനെന്തോ വലിയൊരു തെറ്റ് ചെയ്തതുപോലെ. ഹരിക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായില്ലെങ്കിലും അവരുടെ ആ നിൽപ്പ് അത്ര സുഖമുള്ളതായി അവന് തോന്നിയില്ല. എടി പൊട്ടി, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഇതിനത്ര വലിയ വിലയൊന്നും ആയിട്ടില്ല. എനിക്ക് താങ്ങാവുന്ന വിലയേ ഉള്ളൂ. ഒടുവിൽ പണത്തിൻ്റെ കാര്യം ഓർത്തിട്ടാണ് സീതയുടെ വെപ്രാളം എന്ന് തോന്നൽ കൊണ്ടാണ് ഹരി ചിരിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. അതൊന്നും അല്ലടാ. സീതയ്ക്ക് അവനോട് പറയാൻ എന്തോ പ്രയാസം തോന്നി. അവൻ നൽകുന്ന സൗഹൃദം അതേ അളവിൽ തിരിച്ചു കൊടുക്കാനായില്ലേ എന്നൊരു ചെറിയൊരു കുറ്റബോധം അവളിൽ വേരോടി തുടങ്ങി. ദേ, കുറേ നേരമായി ഞാനിത് സഹിക്കുന്നു. മര്യാദക്ക് നീ ഇത് വാങ്ങുന്നുണ്ടോ? സമയം പോണ്. ഹോസ്പിറ്റലിൽ പോവാനുള്ളതല്ലേ? ഹരിയുടെ ശബ്ദം ഗൗരവത്തിലാണ്. അതൊന്നും അല്ല ഹരി. അവൾക്കേ ഇന്നലെ ശ്രീനിലയത്തിലെ മുത്തശ്ശി പുതിയൊരു ഫോൺ വാങ്ങിച്ചു കൊടുത്തിരുന്നു. അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് നമുക്ക് പരാതിയുള്ളതുപോലെ അവർക്കുമുണ്ടെന്ന്.
സീതയെ പാളി നോക്കിക്കൊണ്ട് പാർവതിയാണ് ഹരിയോടത് പറഞ്ഞത്. അത്രയേ ഉള്ളൂ കാര്യം. ഇതിനാണോ ഇവളിങ്ങനെ പന്തം കണ്ട പിരിച്ചായിയെ പോലെ നിൽക്കുന്നത്? അതങ്ങ് പറഞ്ഞാ പോരെ? ഹരി മങ്ങിയ മുഖം അവരിൽ നിന്നും മറയ്ക്കാനുള്ള വ്യഗ്രതയോടെ പറഞ്ഞു. അല്ലടാ, ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു എനിക്ക് വേണ്ടാന്ന്. സീത ഹരിയെ നോക്കി. നീ പറയുമല്ലോ, കാരണം നിന്റെ ഉള്ളിൽ അഭിമാനത്തേക്കാൾ ദുരഭിമാനമാണല്ലോ ഉള്ളത്. ഹരി സീതയെ നോക്കി കണ്ണുരുട്ടി. നിനക്കെന്തേലും തോന്നിയോടാ? സീത വീണ്ടും ഹരിയെ നോക്കി. പിന്നെ അവൻ ചിരിച്ചു. പോടി അവിടുന്ന്, അവളുടെ ഒരു സെൻറ്റി. നിനക്കൊരു ഫോൺ വളരെ അത്യാവശ്യമായിരുന്നു. അത് എനിക്ക് തോന്നുന്നതിനും ഒത്തിരി മുന്നേ അവർക്ക് തോന്നി. അവർ സന്തോഷത്തോടെ നിനക്കൊരു ഫോൺ വാങ്ങിച്ചു തന്നു. അത്ര വലിയ സന്തോഷത്തോടെയൊന്നുമല്ലെങ്കിലും നീയത് സ്വീകരിച്ചു. ഇതിലെനിക്കും സന്തോഷമല്ലേടി പോത്തേ തോന്നേണ്ടത്? ഹരി നിറഞ്ഞ ചിരിയോടെ തന്നെയാണ് അത് പറഞ്ഞത്. സീതയുടെ മുഖത്തും ആശ്വാസം നിറഞ്ഞു. ശരിക്കും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് ഫോൺ വാങ്ങിച്ചു പോന്നത്. ഒരാഴ്ച ലീവും പറഞ്ഞിട്ടാണ് പോന്നത്. ഇനിയത് മടക്കി കൊടുക്കാൻ വേണ്ടി മാത്രം അങ്ങോട്ടേക്ക് പോവാനൊക്കില്ലല്ലോ. ഹരിയുടെ സംസാരം കേട്ടിട്ട് സീതയും പാർവതിയും മങ്ങിയ മുഖത്തോടെ അവനെ നോക്കി. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? പാർവതി ഹരിയെ നോക്കി ചോദിച്ചു. നീ പോകുന്ന അന്ന് കൊടുത്താൽ മതിയാവില്ലേ ഹരി? സീത സങ്കടത്തോടെ ഹരിയെ നോക്കി. പ്രശ്നമില്ലേടി, അതൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. ഹരി ചിരിയോടെ തന്നെ പറഞ്ഞു. ആ, ഞാൻ പോയിട്ട് വരാം. റെഡിയായി നിൽക്ക്, സമയം വൈകുന്നു. പിന്നെ ഒന്നും പറയാൻ നിൽക്കാതെ ഹരി പെട്ടെന്ന് പോവാനിറങ്ങി. മുറ്റത്തേക്കിറങ്ങി നടന്നവൻ വീണ്ടും തിരിച്ചു കയറി വരുന്നത് കണ്ടിട്ട് സീതയും പാർവതിയും ഒരുപോലെ നെറ്റി ചുളിച്ചു. അർജുൻ എവിടെ? ഹരിയുടെ ചോദ്യം അവരിൽ അന്താളിപ്പായിരുന്നു നൽകിയത്. അകത്തില്ലേ? അവരിരുവരും മിണ്ടാതെ നിൽക്കുന്നത് കൊണ്ട് ഹരി വീണ്ടും ചോദിച്ചു. ഉണ്ട്, അവൻ പോവാൻ റെഡിയാവുക. സീതയാണ് മറുപടി പറഞ്ഞത്. നിങ്ങളെ രണ്ടിനെയും രാവിലെ പൊട്ടം കടിച്ചിട്ടുണ്ടോ? ഒരുമാതിരി മന്ദബുദ്ധികളെ പോലെ. ഹരി ദേഷ്യത്തോടെയാണ് സീതയോടും പാർവതിയോടും ചോദിച്ചത്. അർജുൻ! അകത്തേക്ക് നോക്കി അല്പം ഉച്ചത്തിൽ വിളിച്ചതും ഹരിയാണ്. നിമിഷങ്ങൾക്കകം അർജുൻ പുറത്തേക്ക് വന്നിരുന്നു. ഹരിയെ കണ്ടതിൻ്റെ ജാള്യത അവൻ്റെ മുഖത്ത് നിറയുന്നത് ഹരി വേദനയോടെയാണ് തിരിച്ചറിഞ്ഞത്. എപ്പോൾ എവിടെ വെച്ച് കണ്ടാലും സ്നേഹം നിറച്ചൊരു ചിരിയോടെ അരികിലേക്ക് ചേർന്ന് നിൽക്കുന്നവൻ്റെ നോട്ടത്തിലെ അകൽച്ച അവനെ നന്നായി വേദനിപ്പിച്ചു. അർജുൻ്റെ അവസ്ഥ ഏറെക്കുറെ അങ്ങനെ തന്നെയായിരുന്നു. സീതയും പാർവതിയും ഹരിയുടെ നീക്കങ്ങൾ അറിയാൻ ആകാംക്ഷയോടെയാണ് നിൽക്കുന്നത്. നീ എന്താടാ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ഇങ്ങ് വാ. വാതിൽക്കൽ തറഞ്ഞു നിൽക്കുന്ന അർജുനെ ഹരി തോളിൽ പിടിച്ച് അടുത്തേക്ക് നീക്കി നിർത്തി. ഇന്നാ നിനക്കാണ്, ഇഷ്ടായോന്ന് നോക്ക്. കയ്യിലുള്ള കവർ ഹരി അർജുനെ ഏൽപ്പിച്ചു. അവൻ്റെ നെറ്റി ചുളിയുന്നതും കണ്ണിൽ 1000 സംശയങ്ങൾ പുകയുന്നതും മൂവരും ഒരുപോലെ നോക്കി നിന്നു. മിഴിച്ചു നിൽക്കാതെ തുറന്നു നോക്കടാ, ഹരി വീണ്ടും അവനെ ഓർമ്മിപ്പിച്ചു. അർജുൻ ഹരിയെ ഒന്ന് നോക്കി തലകുലുക്കിക്കൊണ്ട് പൊതി അഴിച്ചു തുടങ്ങി. ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് ആ ഫോൺ കയ്യിലെടുത്തപ്പോൾ അങ്ങേയറ്റം സന്തോഷത്തോടെ അവൻ്റെ കണ്ണുകൾ വിരിയുന്നതും ശേഷം നോട്ടം ഹരിയിലേക്ക് നീളുമ്പോൾ അതിൽ കുറ്റബോധം നിറയുന്നതും അവരെല്ലാം ചിരിയോടെ നോക്കി നിന്നു. സീതയുടെ മുഖത്ത് പക്ഷേ ആശങ്കയാണ്. അതറിഞ്ഞിട്ട് ഹരി ഒന്ന് കണ്ണടച്ച് കാണിച്ചു. ഇഷ്ടായോടാ? ഹരി അർജുൻ്റെ തോളിൽ തട്ടി. ഉള്ളൂറിയ ആഹ്ലാദം അവൻ്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നുവെങ്കിലും കണ്ണുകൾ സീതയുടെ മുഖത്തേക്കായിരുന്നു. പഠനത്തിൽ ഉഴപ്പരുത്. നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ധൈര്യമായിട്ട് എന്നോട് പറയണം. ഞാൻ ഇപ്പോഴും നിൻ്റെ ആ പഴയ ഹരിയേട്ടൻ തന്നെയാണ്. മാറ്റം വന്നത് മുഴുവൻ നിനക്കാണ് അജു. അർജുൻ്റെ കവളിൽ തട്ടിക്കൊണ്ട് ഹരി പറയുമ്പോൾ അവൻ്റെ മുഖം കുനിഞ്ഞു. ഹരിപ്രസാദ് ഫോൺ തന്നതുകൊണ്ട് എൻ്റെ അനിയൻ വഴിപിഴച്ചു പോയെന്ന് ദേ ആ നിൽക്കുന്ന നിൻ്റെ ഭദ്രകാളി ചേച്ചിയെ കൊണ്ട് പറയിപ്പിക്കരുത് നീ. വിശ്വസിച്ചോട്ടെ നിന്നെ ഞാൻ. കടുപ്പത്തിൽ കയറ്റിപ്പിടിച്ച മുഖത്തോടെ തിണ്ണയിൽ ചാരി നിൽക്കുന്ന സീതയെ ചൂണ്ടി ഹരി പറഞ്ഞു. അർജുൻ സീതയെ ഒന്നുകൂടി നോക്കിയിട്ടാണ് തല കുലുക്കിയത്. എങ്കില് പെട്ടെന്ന് റെഡിയാവ്. ഹരിയൊന്ന് നോക്കിയിട്ട് അർജുൻ അകത്തേക്ക് കയറിപ്പോയി. അവനും ആഗ്രഹിക്കുന്നുണ്ടാവും സീതയെ കൂട്ടുകാർക്കൊപ്പം പിടിച്ചു നിൽക്കാൻ. ഹരി അർജുൻ പോയ വഴിയെ നോക്കി സീതയോട് പറഞ്ഞു. എന്നാലും ഹരി. സീതയുടെ മുഖത്തെ ആശങ്ക വിട്ടുപോകുന്നില്ല. ഒന്നുമില്ല, മാറ്റി നിർത്തിക്കൊണ്ടല്ല അവനെ നമ്മളിലേക്ക് ചേർത്ത് പിടിക്കേണ്ടത്. അവനെ ഓർത്തിട്ട് നീ ടെൻഷൻ ആവണ്ട. ഹരി വീണ്ടും സീതയോട് പറഞ്ഞു. വൈകുന്നേരം കുറച്ച് നേരത്തെ ഇറങ്ങാൻ കഴിയുമോ നിനക്ക് ശ്രീനിലത്തിൽ നിന്നും? ഹരിയുടെ ചോദ്യം കേട്ടിട്ട് സീത അവനെ നോക്കി. എന്താടാ? അവൾ അവനെ നോക്കി. ഏയ് ടെൻഷൻ ആവണ്ട, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ സമയമില്ല. പറ്റുമെങ്കിൽ നേരത്തെ ഇറങ്ങാൻ നോക്ക്.
കൂടുതലൊന്നും അവളുടെ മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യമില്ലാത്തതുപോലെ ഹരി വേഗം ഓടിയിറങ്ങിപ്പോയി.